വണക്കം. ഞാൻ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ. ഇന്ത്യൻ ചിത്രശില്പകലകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ലോകപ്രശസ്ത ഗ്രന്ഥമായ ചിത്രസൂത്രത്തിലെ ഒരു ശ്ലോകം ഞാനിവിടെ ചൊല്ലാം. യഥാ സുമേരു പ്രവരോ നഖാനാം യഥാന്തജാനേ ഗരുഡപ്രധാന യഥാ നരാണാം പ്രവരക്ഷിതിശ സ്തത കലാനാമിക ചിത്രകൽപ്പ. ഇതിലെ ഒന്നാമത്തെ ശ്ലോകം ഇപ്രകാരമാണ്: യഥാ സുമേരു പ്രവരോ നഖാനാം, പർവ്വതങ്ങളിൽ സുമേരു പർവ്വതത്തെപ്പോലെ, അതായത് ഹിമാലയ പർവ്വതത്തിലെ കൊടുമുടികളിൽ ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് സുമേരു പർവ്വതം. അതുപോലെ ആ സുമേരു പർവ്വതത്തെപ്പോലെ. രണ്ടാമത്തെ വരി ഇപ്രകാരമാണ്: യഥാന്തജാനേ ഗരുഡപ്രധാന, പക്ഷികളിൽ ഗരുഡനെപ്പോലെ, അതായത് ഏറ്റവും ഉയർന്നു പറക്കാൻ കഴിയുന്ന പക്ഷികളിൽ ഒന്നാണ് ഗരുഡൻ. അതുപോലെ പക്ഷികളിൽ ഗരുഡനെപ്പോലെ. മൂന്നാമത്തെ വരി ഇപ്രകാരമാണ്: യഥാ നരാണാം പ്രവരക്ഷിതിശ, ജനങ്ങളിൽ, സാധാരണ ജനങ്ങളിൽ വെച്ച് രാജാവിനെ പോലെ. ഇവിടെ രാജാവെന്നാൽ അർത്ഥമാക്കുന്നത് ആളുകളെ ഭരിക്കുന്നവർ എന്നാണ്. നാലാമത്തെ വരി ഇപ്രകാരമാണ്: തഥാ കലാനാമിക ചിത്രകൽപ്പ. അതുപോലെ മേൽപ്പറഞ്ഞ 3 ഉദാഹരണങ്ങൾ പോലെ കലകളിൽ വെച്ച് ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളത് ചിത്രകലയാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ഒരു ശ്ലോകം എഴുതാൻ പ്രധാന കാരണം, നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, എല്ലാ കലകളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനമുള്ള ഒരു കലയാണ് ചിത്രകല. അതുതന്നെയാണ് ഇങ്ങനെ ഒരു ശ്ലോകം എഴുതാൻ കാരണമായത്. എന്നാൽ ഇന്ത്യൻ കലാസിദ്ധാന്തമനുസരിച്ചുള്ള 64 കലകളും അതിൻ്റെ ഉപകലകളും ചേർന്നുള്ള ആയിരക്കണക്കിന് കലകളുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നു മാത്രമാണ്: സാമൂഹ്യ ഉന്നമനവും വിമലീകരണവും. അതുതന്നെയാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറിയുടെ ആപ്തവാക്യവും: കല സാമൂഹ്യ ഉന്നമനത്തിനും വിമലീകരണത്തിനും. നന്ദി, നമസ്കാരം.